വാഗമൺ സഞ്ചാരികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് അഡ്വഞ്ചർ പാർക്ക്. ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാവുന്നത്ര വ്യത്യസ്തമാകുന്ന കാഴ്ചകൾ കൊണ്ട് സമൃദ്ധമാണിവിടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ കഴിയാവുന്ന കാഴ്ചകൾ ഇവിടെയുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രധാന പ്രവേശന കവാടത്തിലൂടെ കടന്ന് 150 മീറ്റർ കഴിയുമ്പോൾ പ്രവേശന ഫീസ് അടയ്ക്കാം. ഫ്ലവർ ഗാർഡനും കിഡ്സ് പാർക്കും ഗ്ലാസ് ബ്രിഡ്ജും 3D സിനിമയും സിപ്പ് ലൈൻ പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഈ പാർക്കിലുണ്ട്. വ്യത്യസ്തമാകുന്ന പല പാർക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാർക്കാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് ചുരുക്കി പറയാം. 3D സിനിമയ്ക്കും കിഡ്സ് പാർക്കിനും ഗ്ലാസ് ബ്രിഡ്ജിനും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനുമെല്ലാം പ്രത്യേകം ഫീസ് എടുക്കേണ്ടതായിട്ടുണ്ട്. പാർക്കിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ഫ്ലവർ ഗാർഡനാണ്. ഫ്ലവർ ഗാർഡൻ സന്ദർശനം അവസാനത്തേക്ക് മാറ്റി 3D സിനിമയും കിഡ്സ് പാർക്കും ഉള്ള ഒത്തനടുക്ക് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. കിഡ്സ് പാർക്ക് കുട്ടികളുടെ എൻജോയ്മെൻറ്റിന് പറ്റിയ ഒന്നായിരുന്നു. എന്നാൽ ഭൂമിയിലും ആകാശത്തും നിർത്താതെ അന്തരീക്ഷത്തിൽ നിർത്തി നക്ഷത്രം എണ്ണിക്കുന്ന അഡ്വഞ്ചർ ഗെയിംസ് ആദ്യ കാഴ്ചയിൽ തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ നല്ല മഴ കാരണം രാവിലെ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവേശനം അനുവദനീയമായിരുന്നില്ല. എന്നാൽ അല്പം വെയിൽ തെളിഞ്ഞു തുടങ്ങിയതോടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഓപ്പണായി. ഒരാൾക്ക് 250 രൂപയാണ് പ്രവേശന ഫീസ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് 2 കാര്യങ്ങൾ മനസ്സിലായത്. ഒന്ന്, ഒരാൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാൻ അനുവദിക്കുന്ന പരമാവധി സമയം 5 മിനിറ്റാണ്. രണ്ടാമത്തെ പ്രധാന കാര്യം, ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ ഇനി 1 മണിക്കൂറോളം കാത്തിരിക്കണം. വെറുതെ നിന്ന് ബോറടിക്കാതെ ഓരോ ഐസ്ക്രീം കഴിക്കാം എന്ന് ഞങ്ങളും തീരുമാനിച്ചു. ഇടയ്ക്ക് അപ്രതീക്ഷിതമായി പെയ്ത് പെട്ടെന്ന് അവസാനിക്കുന്ന മഴ പലതവണ ഞങ്ങളെ ശല്യം ചെയ്തു. ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്ന സമയത്തിന് 10 മിനിറ്റ് മുൻപേ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി. അവിടെ നല്ല തിരക്കാണ്, ക്യൂ പാലിക്കണം. ഭാഗ്യത്തിന് ആ സമയത്ത് മഴയില്ലായിരുന്നു. ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം ഒരു മഹാത്ഭുതമായി നിലകൊള്ളുന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾ പ്രവേശിച്ചു. നല്ല കാറ്റ് വീശുന്നുണ്ട്. താഴെ വലിയ കൊക്കയാണ്. അന്തരീക്ഷത്തിന് നടുവിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. ഇവാനിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ആ സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ ഡോൺ ജംപ് എന്ന് കുട്ടിയെ ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനും അനുവദിക്കാറില്ല. ശക്തമായ കാറ്റിന് കുട്ടികൾ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ അഡ്വഞ്ചർ സോൺ എന്ന പേരിൽ മറ്റൊരു പാർക്ക്, കുട്ടികളുടെ വിവിധ റൈഡുകൾ ഉൾപ്പെടുത്തിയ ഒരു പാർക്കാണ്. കൊച്ചു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ളൊരു പാർക്ക്. അവിടെയും കുട്ടികൾ അല്പസമയം ചിലവഴിച്ചു.
പ്രവേശന കവാടം കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഫ്ലവർ ഗാർഡനിലേക്കാണ് അടുത്തതായി ഞങ്ങൾ പോയത്. ഇവിടെയും പ്രത്യേക ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. തീരെ ചെറുതൊന്നുമല്ല ഈ കാണുന്ന ഫ്ലവർ ഗാർഡൻ. ഈ ഫ്ലവർ ഗാർഡനിനുള്ളിൽ വളരെ വ്യത്യസ്തമായ ചെടികളും പൂക്കളും വളരെ മനോഹരമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും പരിപാലിക്കുന്നതും കാണാം. അതുപോലെ തന്നെ കല്ലുപാകിയ നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് പറ്റിയ പല ലൊക്കേഷനുകളും ഊഞ്ഞാലുകളും നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം ഉപരി ഇവിടുത്തെ കാലാവസ്ഥയാവും നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്.